ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്സാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് നെയ്യ് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ചൂടാവുമ്പോൾ റെഡി ആയിക്കോളും. ഇതിലോട്ട് കുറച്ചധികം തന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കടിക്കാൻ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് ഓവറായിട്ട് ക്രിസ്പി ആയി കിട്ടുമൊന്നും വേണ്ട കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര ഒക്കെ മെൽറ്റായി തുടങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ നമ്മുടെ സ്നാക്സിന് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. അപ്പം നന്നായിട്ട് പഴുത്ത പഴം എടുക്കണം. എങ്കിലും ഓവറായിട്ട് പഴുത്ത് ഇങ്ങനെ കറുത്ത് പോയ പഴമില്ലേ, അത് വെച്ചിട്ട് ചെയ്യണ്ട. നന്നായിട്ട് ഇങ്ങനെ പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പഴവും മീഡിയം വലുപ്പത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 4 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കട്ടി കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ സ്നാക്സ് കാണുമ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പഴമൊക്കെ ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 4 പീസായിട്ടുള്ള സ്ലൈസാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഓരോ പഴവും ഇതിലോട്ട് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്സാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. എന്നാൽ ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴം ഒരു സൈഡ് നന്നായിട്ട് കുക്കാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പഴം നമ്മൾ നന്നായിട്ട് തന്നെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്നാക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പഴം ഓരോന്നും ഇതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പഴം നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ. അതിനാണ് നമ്മൾ ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ ഇതേപോലെ ഷീറ്റും എടുത്തിട്ട് ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ് കേട്ടോ. എന്നാൽ കാണാൻ നല്ല വെറൈറ്റി ലുക്ക് ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അതുപോലെ കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് പഴം വാട്ടിയത് റെഡിയാക്കി എടുക്കലുണ്ട്. നെയ്യിൽ പഴം ഇട്ടിട്ട് അതിൽ തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെയാണ് കഴിക്കാനുള്ള ടേസ്റ്റൊക്കെ എങ്കിലും ഇത് കാണുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്നാക്സും ഇതേ രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഷീറ്റിൽ നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ടൂത്ത് പിക്കില്ലേ, നമ്മുടെ ഈർക്കിളി, അത് വെച്ചിട്ടാണ് ഇത് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കുത്തി കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ല ലോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള ഷീറ്റൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് തയ്യാറാക്കി എടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ സൂപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ടോസ്റ്റ് ചെയ്തിട്ടുള്ള പഴമൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ഇതേപോലെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടുള്ള മെത്തേഡിലും വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് ചെയ്തെടുത്തതാണെങ്കിലും ഇതേ രീതിയിൽ കാണുമ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.